الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد ذرأنا لجهنم كثيرا من الجن والإنس لهم قلوب لا يفقهون بها ولهم أعين لا يبصرون بها ولهم آذان لا يسمعون بها أولئك كالأنعام بل هم أضل أولئك هم الغافلون. സ്നേഹവും ബഹുമാനം നിറഞ്ഞ വിശ്വാസികളെ വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായി പാലിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാൻ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിൻ പരമാവധി പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമദാൻ നമ്മിലേക്ക് കടന്നു വരികയാണ്. എല്ലാ വേദഗ്രന്ഥങ്ങളും അവതീർണമായ അടിമകളുടെ പാപങ്ങളെ മാപ്പ് നൽകുന്നതിന് വേണ്ടി അള്ളാഹു പ്രത്യേകമായി തിരഞ്ഞെടുത്ത മാസങ്ങളുടെ നേതാവായ പരിശുദ്ധ റമദാൻ ഒന്നുകൂടി നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ കഴിഞ്ഞുപോയ നാളുകളിലേക്കൊരു തിരിഞ്ഞുനോട്ടവും കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു ത്വരയും അതിനുള്ള തയ്യാറെടുപ്പും നാം എല്ലാവരും കുടുംബസമേതം ഉമ്മത്ത് മൊത്തത്തിൽ ഏതെല്ലാം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് റമദാനിനെ സ്വാഗതം ചെയ്യേണ്ടതുണ്ടോ, വിശ്വാസപരമായും കർമ്മപരമായും അതിനെല്ലാം നാം തയ്യാറാകണം. മറിച്ചതിന് പകരമായി നമ്മുടെ പള്ളികൾ പെയിൻ്റടിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ വീടുകൾ നന്നാക്കിയത് കൊണ്ടോ ഉള്ള ഒരു സ്വാഗതമല്ല വേണ്ടത്. പള്ളികളുടെ പെയിൻ്റടിയും അലങ്കാരവും എല്ലാം പിൽക്കാലഘട്ടത്തിൽ ആരംഭിച്ചതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളുമെല്ലാം റമദാനിനെ സ്വീകരിക്കാനും അതിൽ കൂടുതൽ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാനും ഖുർആൻ പാരായണം ചെയ്യാനും
അത് പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള തയ്യാറെടുപ്പുകളായിരുന്നു അവർ നടത്തിയിരുന്നത്. ആ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ കൊണ്ട് മാത്രമേ നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മുടെ റെക്കോർഡിൽ നന്മകളുടെ ഭാരം തൂക്കാൻ കഴിയും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. സഹോദരങ്ങളെ, നാം എല്ലാവരും അള്ളാഹുവിൻ്റെ മുമ്പിൽ കണ്ടുമുട്ടേണ്ടവരാണ്. ആ ദിവസം നമ്മുടെ സൽക്കർമ്മങ്ങളായിരിക്കും നമ്മുടെ വിധി നിർണയിക്കുക. അള്ളാഹു നമുക്ക് നൽകിയ ഈ സമയവും ആരോഗ്യവും നാം വേണ്ടുന്ന നിലയിൽ ചെലവഴിച്ചാൽ തീർച്ചയായും അള്ളാഹു നമ്മെ സ്വീകരിക്കാതിരിക്കുകയില്ല എന്ന കാര്യം അള്ളാഹു നമുക്ക് വാക്ക് നൽകിയിട്ടുണ്ട്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് നിങ്ങളെ മടക്കപ്പെടുന്ന ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. വത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കുക, നിങ്ങൾ തഖ്വയുള്ളവരാവുക. യൗമൻ, ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. തുർജഊന ഫീഹി, ആ ദിവസത്തിൽ നിങ്ങളെ മടക്കപ്പെടുന്നതാണ് ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക്. അഥവാ മരണം മുതൽ നമുക്ക് ആരംഭിക്കുന്ന ദിവസവും അതിനുശേഷം നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ മഹ്ശറയിൽ നിൽക്കുന്ന ദിവസവുമൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മരണത്തോടുകൂടി നമുക്ക് ആരംഭിക്കുന്ന ബർസഖിയായ ജീവിതം, അതുമുതലാണല്ലോ നാം ഈ ഭൂമിയിൽ ജീവിച്ച 70 അല്ലെങ്കിൽ 60 എത്രയാണോ ആ വർഷത്തെ ജീവിതത്തിൻ്റെ കർമ്മഫലം നാം അനുഭവിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണമെന്നും സുമ്മത്തു വഫ കുല്ലു നഫ്സിൻ മാ കസബത്, ഓരോ നഫ്സും ഓരോ ശരീരവും ഓരോ വ്യക്തിയും എന്താണോ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ അവർ ചെയ്തു കൂട്ടിയത് അതിന് അവർക്ക് അർഹമായ പ്രതിഫലം, നന്മയാണെങ്കിൽ അങ്ങനെ, തിന്മയാണെങ്കിൽ അങ്ങനെ, അത് നൽകപ്പെടുമെന്നും അള്ളാഹു വാക്ക് നൽകിയ. വഹും ലാ യുളമൂൻ, ഒരു കാരണവശാലും അവരോട് ഒരു വിധത്തിലുള്ള അനീതിയും അക്രമവും കാണിക്കപ്പെടുകയില്ല. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ആ ഒരു ദിവസത്തെ മുന്നിൽ വച്ചുകൊണ്ടായിരിക്കണം നാം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നാം എന്തൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും അതിനൊരു ടാർഗറ്റ് നാം കണക്കാക്കുന്നത് പോലെ നമ്മുടെ ഈ ജീവിതത്തിനൊരു ലക്ഷ്യം എന്ന ഒരു ആകത്തുക നാം കണക്കാക്കുകയും അതിനു വേണ്ടിയുള്ള പരിശ്രമം ഏതൊക്കെ നിലയിൽ നമ്മോട് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഖുർആനും സുന്നത്തും, നാം അതെല്ലാം നമ്മുടെ കഴിവിൻ പരമാവധി നാം നിർവഹിക്കുകയും വേണം. എന്നല്ലാതെ അള്ളാഹു പറഞ്ഞതുപോലെ വലക്കത് തറഅ്നാ ലി ജഹന്നം, ജഹന്നമിന് വേണ്ടി നാം തയ്യാറാക്കിയിട്ടുണ്ട്, സൃഷ്ടിച്ചിട്ടുണ്ട്. കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ഒരുപാട് വ്യക്തികളെ, ജിന്നുകളെയും മനുഷ്യരെയും ജഹന്നമിന് വേണ്ടി ഒരുപാട് വ്യക്തികളെ നാം സൃഷ്ടിച്ചിട്ടുണ്ട്. അവരുടെ അടയാളം തുടർന്ന് അള്ളാഹു പറയുക, അതിൽ നാം പെടാതിരിക്കാൻ. ആ അടയാളം ഉള്ളവരാണെങ്കിൽ മനുഷ്യരാകട്ടെ ജിന്നുകളാകട്ടെ അവർ ജഹന്നമിൻ്റെ വിറക് കൊള്ളികളായിരിക്കും. ആ ജഹന്നമിന് വേണ്ടി സൃഷ്ടിച്ച ആളുകളുടെ അടയാളം അള്ളാഹു പറയുന്നു, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, ഹൃദയം കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാത്ത, ചിന്തിക്കാത്ത ഹൃദയമുള്ള മനുഷ്യരും ജിന്നുകളും. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, കണ്ണുകളുണ്ടവർക്ക്, അതുകൊണ്ട് അവർ സത്യം കാണുകയോ സത്യത്തെ മനസ്സിലാക്കുകയോ ചെയ്യാത്ത കണ്ണുകളും ഹൃദയങ്ങളുമാണ് ആ മനുഷ്യർക്കും ജിന്നുകൾക്കുമുള്ളത്. അതേ പ്രകാരം തന്നെ അവർക്ക് കേൾവികളുണ്ട്, ചെവികളുണ്ട്. ലാ യസ്മഊന ബിഹാ, അതിനെ യഥാർത്ഥ സത്യം കേട്ട് മനസ്സിലാക്കാനുള്ള ചെവിയോ അതുപോലെ തന്നെ കാണാനുള്ള കണ്ണോ അത് മനസ്സിലാക്കി ജീവിക്കാനുള്ള ഹൃദയങ്ങളോ ഇല്ലാത്ത ജിന്നുകളെയും
മനുഷ്യരെയും ജഹന്നമിന് വേണ്ടി നാം തയ്യാറാക്കി വച്ചിട്ടുണ്ട്, സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞ ആ കൂട്ടത്തിൽ നാം ആയിപ്പോയാൽ വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് നിങ്ങളെ മടക്കപ്പെടുന്ന ദിവസത്തെ നിങ്ങൾ സൂക്ഷിച്ചോളണേ, ശ്രദ്ധിക്കണേ. നിങ്ങളുടെ മരണം നിങ്ങൾക്ക് വന്നാൽ പിന്നീടൊരു സെക്കൻഡ് സമയം പോലും നിങ്ങൾക്ക് നൽകപ്പെടില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ നൽകപ്പെട്ടാലും വീണ്ടും അതേ ഒരവസ്ഥയിലേക്ക് തന്നെ നിങ്ങൾ മടങ്ങിപ്പോകും എന്നുകൂടിയും അള്ളാഹു അറിയിച്ചിട്ടുണ്ട്. റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബിൻ ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ. ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അവസരം ഒന്നുകൂടി താ രക്ഷിതാവേ എന്ന് മരണം തൊണ്ടയിൽ വരുമ്പോൾ വിലപിക്കുന്ന ആളുകളിൽ പെടാതിരിക്കാനാണ് അള്ളാഹു നമ്മോട് ഇങ്ങനെയുള്ള മനുഷ്യരും ജിന്നുകളും ഉണ്ടെന്ന് പറയുകയും അതിലൊന്നും നിങ്ങൾ പെടരുതേ. ഉലായിക്കൽ അനാ, മൃഗതുല്യരാണവർ. കാരണം മൃഗങ്ങൾക്ക് നന്മയേത് തിന്മയേത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വകതിരിവോ വിവേചന അറിവോ അവർക്കില്ല. അതേപോലെ മനുഷ്യരെ നിങ്ങളാകരുത്, നിങ്ങളതുള്ളവരാണല്ലോ. നിങ്ങളുടെ ധിക്കാരം മുഖേന മാത്രമാണ് പിന്നീട് നിങ്ങൾ തിന്മയിലേക്ക് പോകുന്നത്. എന്നാൽ മൃഗങ്ങൾ അങ്ങനെയല്ല. അവർക്ക് ഹലാലേത് ഹറാമേത്, ശുദ്ധമായതേത് അശുദ്ധമായതേത് എന്നവർക്ക് തിരിച്ചറിവില്ല. അതേപോലെ നിങ്ങളാകരുത്. ഉലായിക്കൽ അൻആം, കാര്യങ്ങൾ മനസ്സിലാക്കാത്ത ഹൃദയവും സത്യം കേൾക്കാത്ത ചെവിയും സത്യം കാണാത്ത കണ്ണും ഉള്ള മനുഷ്യരോടും ജിന്നുകളോടും അള്ളാഹു അവരെ ഉപമിക്കുന്നത് മൃഗങ്ങൾ പോലെയാണ് എന്ന. അതുകൊണ്ട് ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സമൂഹത്തോടാണ് നമുക്ക് അള്ളാഹു നൽകിയ വളരെ ചുരുങ്ങിയ ഈ കാലഘട്ടത്തിൽ സമ്പാദിക്കാൻ അള്ളാഹു ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇങ്ങനെ ഒരു ചാൻസ് നമുക്ക് 60, 70, 80 ഒക്കെ വർഷങ്ങൾ കിട്ടിയിട്ടും നാം ഉപയോഗിച്ചില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു കാരണം പറഞ്ഞും രക്ഷപ്പെടാൻ നമുക്ക് സാധ്യമേ അല്ല. അഅ്ദറല്ലാഹു ഇലംറിഇൻ, അള്ളാഹു ഒരു മനുഷ്യനും പിന്നീട് കാരണം പറയാൻ അള്ളാഹു അവസരം കൊടുക്കുകയില്ല. അഖറ അജലഹു, അവൻ അള്ളാഹു ആയുസ് പിന്തിപ്പിച്ചു. ഹത്ത ബലഗ 60 സന, 60 കൊല്ലം ജീവിക്കാനുള്ള ചാൻസ് കിട്ടി. അപ്പൊ 60 വർഷം ഈ ഭൂമിയിൽ ആരോഗ്യത്തോടു കൂടി ബുദ്ധിയോടു കൂടി തിരിച്ചറിവോടു കൂടി ജീവിക്കാൻ ഇവിടെ അവസരം ലഭിച്ച് മരിച്ചുപോയ ഒരാൾക്കും അവൻ നന്നായ നിലയിലല്ല മരണപ്പെടുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു കാരണം പറയാനും പിന്നീട് അള്ളാഹു അവൻ അവസരം കൊടുക്കുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് തന്നെ ഖുർആനിലും അള്ളാഹു നമ്മെ ഉണർത്തുന്നുണ്ട്. അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. അവലം നുഅമ്മിറുക്കും, ഖുതുബയുടെ സമയത്ത് സംസാരിക്കരുത്. അവലം നുഅമ്മിറുക്കും, നിങ്ങൾക്ക് ഞാൻ ആയുസ് നൽകിയില്ലേ? നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെന്ന് അള്ളാഹുവെ പറ്റിപ്പോയി, ഇങ്ങനെ ഒരു ദിവസം വരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല, അല്ലെങ്കിൽ ഞാനത് വിട്ടുകളഞ്ഞു, ഞാൻ അശ്രദ്ധയിലായിപ്പോയി, മടിയനായിപ്പോയി, എനിക്ക് ഒരവസരം കൂടി നീ നൽകണം, എനിക്ക് എന്നെ നീ രക്ഷപ്പെടുത്തണം, അതിനുള്ളതെല്ലാം ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുന്ന അവസരത്തിൽ അള്ളാഹു തിരിച്ച് ആ മനുഷ്യരോട് ചോദിക്കും, അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. അവലം നുഅമ്മിറുക്കും, ഞാൻ നിങ്ങൾക്ക് ആയുസ് നൽകിയില്ലേ, ആരോഗ്യം നൽകിയില്ലേ, സമ്പത്ത് നൽകിയില്ലേ? മാ യതദക്കറു ഫീഹി മൻ തദക്കർ, ചിന്തിക്കുന്നവർക്ക്, ഉത്ബോധനം ലഭിക്കുന്നവർക്ക്, ഉത്ബോധനം സിദ്ധിക്കുന്നവർക്ക് ഉത്ബോധിതരാകാനുള്ള എല്ലാ ചാൻസുകളും അവസരങ്ങളും ഞാൻ നിങ്ങൾക്ക് നൽകിയില്ലേ? വജാഅകുമുൻ നദീർ, ഇങ്ങനെ ഒരു ദിവസം വരാനുണ്ട്, പിന്നീട് ഒരു മടക്കമില്ല.
ആ ദിവസത്തിൽ പരിഗണിക്കുക ഒരേ ഒരു കാര്യം മാത്രമാണ് അമലു സ്വാലിഹ, സൽക്കർമ്മങ്ങളും സൽവിശ്വാസവും അല്ലാതെ വേറൊന്നും അന്ന് പരിഗണിക്കുന്നില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ദിവസം നിങ്ങൾക്ക് വരാനുണ്ട്, സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം എന്ന് നിങ്ങൾക്ക് മതപഠന ക്ലാസ്സുകളിലും ഖുർആനിൻ്റെ ആയത്തുകളായും ഹദീസുകളായും നിങ്ങൾക്ക് ഉത്ബോധനം ലഭിച്ചില്ലേ എന്ന് അള്ളാഹു അന്ന് വിലപിക്കുന്നവരോട്, പറ്റിപ്പോയി തമ്പുരാനെ, ഞാൻ നഷ്ടപ്പെട്ടവനിലായിപ്പോയി, എനിക്കൊരവസരം നൽകുമോ എന്ന് ചോദിക്കുന്ന അവസരത്തിൽ അള്ളാഹുവിൻ്റെ തിരിച്ചുള്ള ചോദ്യം ഇതാ: വജാഅക്കുമുൻ നദീർ, മുന്നറിയിപ്പ് നൽകുന്ന ഗ്രന്ഥങ്ങളും പ്രബോധകന്മാരും പ്രവാചകന്മാരും നിനക്ക് എത്തിയില്ലേ, നീ അറിഞ്ഞില്ലേ എന്ന് അള്ളാഹു തിരിച്ചുള്ള ചോദ്യം. സഹോദരങ്ങളെ, വളരെ പെട്ടെന്ന് മാസങ്ങളും ആഴ്ചകളും ദിവസങ്ങളും മണിക്കൂറുകളും മിനിറ്റും ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട്, മണിക്കൂറുകൾ കൊണ്ട് ദിവസങ്ങൾ പോകുന്നു, ആഴ്ചകൾ പോകുന്നു, വർഷങ്ങൾ പോകുന്നു, മാസങ്ങൾ പോകുന്നു. വരുന്നു റമദാൻ. കൊയ്ത്ത് കാലത്തിൻ്റെ സമയമാണ്. വേണമെങ്കിൽ കൃഷി അനവധി നമുക്ക് ചെയ്യാനുള്ള അവസരം. സൽക്കർമ്മങ്ങളായ ഏത് കൃഷി ചെയ്താലും ഉന്നതമായ പ്രതിഫലം അള്ളാഹു നൽകാമെന്ന് ഓഫറുള്ള ദിവസങ്ങളും സമയങ്ങളും പകലുകളും രാവുകളുമാണ്. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാനിൽ തന്നെ അതിന് തയ്യാറെടുത്ത് നോമ്പും മറ്റ് സൽക്കർമ്മങ്ങളുമായി കൂടുതൽ ഉത്സുകമായി ആകുമായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവൻ പിടിച്ചു എന്ന് ഹദീസിലുണ്ട്. അതിനെ വിശദീകരിച്ച് കാണാം. ശഅബാനിന്റെ ഭൂരിഭാഗവും ദിവസവും നോമ്പിലായിരുന്നു. എന്തിനാണ്? അടുത്ത റമളാനിൽ ഒരു പ്രത്യേകമായ തയ്യാറെടുപ്പിന് വേണ്ടി. അടുത്ത വർഷം ഞാൻ ജീവിക്കുമോ ഇല്ലയോ എന്ന് തനിക്കറിയില്ലല്ലോ, പ്രവാചകന് പോലും അറിയില്ല. എൻ്റെ സഹോദരങ്ങളെ, നമുക്കും അറിയില്ല. അടുത്ത റമളാൻ, വരുന്ന റമളാനിൽ തന്നെ നാം ഉണ്ടോ, പിന്നീടുള്ള റമളാനിൽ ഉണ്ടോ നമുക്കറിയാം. നമ്മുടെ ഈ മസ്ജിദിൽ തന്നെ നമ്മോടൊപ്പം ഇങ്ങനെയൊക്കെ ഖുതുബ കേൾക്കുകയും ഇരിക്കുകയും നിസ്കരിക്കുകയും വീട്ടിലേക്ക് തിരിഞ്ഞു പോവുകയും ചെയ്ത എത്രയോ സഹോദരങ്ങൾ നമ്മിൽ നിന്നും ഇപ്പോൾ വിട്ടു പിരിഞ്ഞു പോയി. അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും അവർക്കും നമുക്കും നൽകട്ടെ, ഖബർ വിശാലമാക്കട്ടെ. വളരെ നൈമിഷികമായ ചുരുങ്ങിയ ദിവസങ്ങളും സമയങ്ങളും നമുക്കിവിടെ ഉള്ളൂ. നമ്മുടെ സമയത്തിൻ്റെ വില അമൂല്യമാണ്. ഒരു രത്നത്തിൻ്റെ വിലയല്ല സമയത്തിൻ്റേത്. അത് നമുക്ക് വ്യക്തിപരമായി അറിയണമെങ്കിൽ നാം ഓരോരുത്തരും ബർസഖിയായ ലോകത്തേക്ക്, ഖബറിലേക്ക് ചെല്ലണം. അപ്പോഴാണ് നമുക്കിതിൻ്റെ വില അറിയാൻ കഴിയും. ഫദൂഖു ഫമാലിൽ ളാലിമീന മിൻ നസീർ. അള്ളാഹു പറയുന്നു, ഇങ്ങനെയൊക്കെ വിലപിക്കുന്നവരോട് എനിക്ക് നൽകുമോ, പിന്തിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നവരോട് അള്ളാഹു പറയുന്നു, അനുഭവിച്ചോ, അക്രമികൾക്ക് ഒരു സഹായിയും ഇനിയില്ല. ഈ ഒരു രംഗം, ഇങ്ങനെയുള്ള ദിവസങ്ങൾ നമ്മിൽ ഓരോരുത്തർക്കും വരാനുണ്ട്. ഈ ഒരു വിലാപം നമ്മിൽ നിന്നും ഉണ്ടാകാതിരിക്കാനുള്ള പണി എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നാം ചെയ്തേ പറ്റൂ. അള്ളാഹു മനുഷ്യകുലത്തോട് എന്നടങ്കം ആവശ്യപ്പെടുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ നാം നൽകുന്ന എല്ലാ ആനുകൂല്യവും അനുഭവിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുന്നതിന് തടസ്സമില്ല. പക്ഷേ എന്നെ നിങ്ങൾ കണ്ടുമുട്ടുന്ന ദിവസത്തെ നിങ്ങൾ സൂക്ഷിച്ചു വേണം നിങ്ങളുടെ ജീവിതത്തെ നന്നാക്കി, നിങ്ങൾ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ. റസൂൽ ചോദിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, കൈഫ അൻഉമു, എങ്ങനെയാണ് ആനന്ദിച്ച് ജീവിക്കാൻ ഒരു വിശ്വാസിക്കും വിശ്വാസിനിക്കും കഴിയുക? സുഖിക്കാൻ എങ്ങനെ കഴിയും? ആനന്ദിച്ച് ജീവിക്കാൻ എങ്ങനെ കഴിയും? വഖദിൽ തഖമ സ്വാഹിബുൽ ഖർനി അൽ ഖർന, സൂർ എന്ന കാഹളം ഊതാൻ വേണ്ടി ഉത്തരവാദിത്വം കൊടുത്തിരിക്കുന്ന ഇസ്രാഫിൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മലക്ക്, അദ്ദേഹത്തിൻ്റെ സൂർ എന്ന കാഹളം അദ്ദേഹം വായിൽ വച്ചുകൊണ്ടിരിക്കുകയാണ്. വഖദിൽ തഖമൽ സ്വാഹിബുൽ ഖർനി അൽ ഖർന വഹന ജബ്ഹതഹു, അദ്ദേഹം തൻ്റെ നെറ്റി ചുളുക്കി പിടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്.
മാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ സംഇനെ കേൾവിയെയും കൂർപ്പിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ കേൾവി കൂർപ്പിച്ച് നെറ്റി ചുളിച്ച് സൂറി എന്ന കാഹളം വായിൽ വച്ച് എപ്പോഴാണ് ഊതാൻ ആവശ്യപ്പെടുക എന്ന് പറയുമ്പോൾ കൽപ്പന വരുമ്പോൾ ഒരു സെക്കൻഡ് സമയം പോലും വ്യത്യാസം കൂടാതെ ഊതുന്നതിന് വേണ്ടി സൂറിൻ്റെ മാലാഖ സൂറുമായി വായിൽ വച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയാണ് അവസ്ഥയെങ്കിൽ കൈഫ അൻഅമു, നമുക്കെങ്ങനെ ആനന്ദിച്ച് ജീവിക്കാൻ കഴിയും? സഹോദരങ്ങളെ, നമ്മുടെ ആനന്ദവും നമ്മുടെ സുഖവും ഒക്കെ നാം കുറയ്ക്കണം. എന്നിട്ട് രക്ഷിതാവിലേക്ക് മടങ്ങാനുള്ള പ്രവർത്തികളിലേക്ക് നാം മുന്നിടണം. ഇല്ലെങ്കിൽ നമ്മുടെ ഹൃദയം കടുക്കും. ഏതാണ് നന്മയെന്നും ഏതാണ് തിന്മയെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയാകും. അങ്ങനെ നാം തിന്മയിലായി ജീവിക്കും. ചിലപ്പോൾ തിന്മയിലായി ജീവിച്ചു കൊണ്ടിരിക്കവേ ദുനിയാവ് മുന്നിട്ട് നാം പ്രതീക്ഷിക്കാത്ത നിലയിൽ തന്നെ നമുക്ക് വരും. അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ റഅയ്ത അല്ലാഹുവിനെ നീ കണ്ടാൽ യുഅ്തിൽ അബ്ദ, ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്നത് കണ്ടു, മിന ദുനിയ, ഈ ദുനിയാവിൻ്റെ എല്ലാ സൗകര്യങ്ങളും സമ്പത്തും പേരും പ്രതാപവും പ്രശംസയും എല്ലാം ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്നു. അല മആസി, ആ മനുഷ്യനാണെങ്കിൽ തിന്മ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പൊ തിന്മ ചെയ്യുന്ന ഒരു മനുഷ്യന് അള്ളാഹു വാരിക്കോരി കൊടുക്കുന്നത് നീ കണ്ടാൽ നീ മനസ്സിലാക്കിക്കോ, ഫഇന്നമാ ഹുവ ഇസ്തിദ്റാജ്, അതൊരു കെണിയാണെന്ന് നീ മനസ്സിലാക്കിക്കോ. നമ്മൾ അങ്ങനെയല്ല മനസ്സിലാക്കണത്. നമ്മൾ മനസ്സിലാക്കണത് അവരിഷ്ടം പോലെ സമ്പത്തുണ്ട്, ഒരുപാട് ആഡംബരങ്ങളും സൗകര്യങ്ങളും എല്ലാവിധത്തിലുള്ള സുഖങ്ങളും അവർക്കുണ്ട്, അതുകൊണ്ട് അവൻ ആരാണ്? രക്ഷപ്പെട്ടവനാണ്. നമ്മളൊന്നും ഇതേപോലെ കൃത്യമായി നിസ്കരിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും പള്ളിയുമായി ബന്ധപ്പെടുകയും ഖുർആനുമായി ബന്ധപ്പെടുകയും ചെയ്തിട്ട് നമുക്കതിൻ്റെ ഒരംശം പോലും ലഭിക്കുന്നില്ല. അതുകൊണ്ട് നമുക്കും അതേപോലെയുള്ള ചില ജീവിത രീതികൾ തെരഞ്ഞെടുക്കാം എന്നാലോചിക്കുന്നവരുണ്ട് എന്നല്ല, ബഹുഭൂരിഭാഗവും അങ്ങനെയുള്ളവരാണ്. അതുകൊണ്ടാണ് ഈ മതനിരാസവും ദൈവനിഷേധവും അള്ളാഹുവിനോടുള്ള വിരോധവും ഒക്കെ കൂടിക്കൂടി സമൂഹത്തിൽ ജനങ്ങളിൽ വന്നുകൊണ്ടേയിരിക്കുന്നത്. റസൂല് പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, അതൊരു കെണിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ ബുദ്ധിയുള്ളവൻ. ഫഇന്നമാ ഹുവ ഇസ്തിദ്റാജ്, അത് തെളിവായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി സൂറ അൻആമിന്റെ 44-ാമത്തെ ആയത്ത്, ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈഇൻ ഹത്താ ഇദാ ഫരിഹു ബിമാ ഊതു അഖദ്നാഹും ബഗ്ത ഫഇദാ ഹും മുബ്ലിസൂൻ. അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി, അള്ളാഹു പറഞ്ഞതായി വിശുദ്ധ ഖുർആനിലെ ആയത്ത് തങ്ങൾ ഓതുകയാണ്. അവരോർക്ക് ഉത്ബോധനം നൽകിയ ഈമാനും ഇസ്ലാമും ഇഹ്സാനും അമലു സ്വാലിഹാത്തും അവർ മറന്നു കളഞ്ഞപ്പോൾ ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈഇൻ, എല്ലാ അനുഗ്രഹത്തിൻ്റെ, സുഖത്തിൻ്റെ, സമ്പത്തിൻ്റെ, പ്രതാപത്തിൻ്റെ, പ്രശംസയുടെ, നേതൃത്വത്തിൻ്റെ എല്ലാ കവാടങ്ങളും അവർക്ക് നാം തുറന്നു കൊടുത്തു. അവർക്ക് ലഭിച്ച സൗകര്യങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ അവർ ഊത്താടി ജീവിക്കുന്നു. എവിടെയും അവർക്ക് സ്ഥാനമാനങ്ങളാണ്. ഇതൊരു കെണിയാണെന്നും ഇതൊരു പിടുത്തത്തിൻ്റെതാണ് എന്നും അവർ മനസ്സിലാക്കുന്നില്ല. ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈഇൻ, എല്ലാം അവർക്ക് കിട്ടി. അങ്ങനെ സുഖിച്ച് രമിച്ച് മതിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹത്താ ഇദാ ഫരിഹു ബിമാ ഊതു, കിട്ടിയതുകൊണ്ട് അവർ മതി പറന്ന് ജീവിച്ചു കൊണ്ടിരിക്കെ അഖദ്നാഹും ബഗ്ത, പെട്ടെന്ന് ഒരൊറ്റ പിടുത്തം അവരെ നാം പിടിച്ചു.
മുൻകാലഘട്ടങ്ങളിലുള്ള സമുദായങ്ങളിൽ എല്ലാവരെയും തന്നെ അള്ളാഹു ഇതേ അവസ്ഥയിലാണ് പിടികൂടിയത്. അവരെല്ലാവരും സുഖിയന്മാരായി ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ അനുഗ്രഹങ്ങളൊന്നും ഇനി നീങ്ങിപ്പോവുകയില്ല എന്ന് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കവെയാണ് ഫഇദാഹും മുബ്ലിസൂൻ, അവരെ എല്ലാവരെയും പിടിച്ചു. അപ്പോൾ എല്ലാവരും ആശയറ്റവരായി മലർന്നടിച്ചു വീണു. ഒരു സഹായിയും ഒരു രക്ഷകനും ഒരു രക്ഷാധികാരിയും അവർക്ക് ലഭിക്കാത്ത അവസ്ഥയായി. അങ്ങനെ അവരെല്ലാവരും മൺമറഞ്ഞു. വീണ്ടും തലമുറകളെ റബ്ബ് കൊണ്ടുവന്നു. അങ്ങനെ നിലവിൽ സഹോദരങ്ങളെ ഞാനും നിങ്ങളും വരെയായി. നമ്മളോടും അള്ളാഹു അവരോട് സ്വീകരിച്ച അതേ നിലപാടുകൾ ഉണർത്തുകയാണ്. നിങ്ങളും സൂക്ഷിച്ചോളണം. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, പടച്ച തമ്പുരാന്റെ മുമ്പിലേക്ക് നിങ്ങളെ നിർത്തപ്പെടുന്ന, നിങ്ങളെ തെളിച്ചു കൊണ്ടുവരുന്ന ഒരു ദിവസം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ആ ദിവസത്തെ സൂക്ഷിക്കണേ, ശ്രദ്ധിച്ചോളണേ എന്ന് അള്ളാഹു ആവർത്തിച്ചാവർത്തിച്ച് ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എങ്ങനെയെങ്കിലും കുറെ സമ്പത്തുണ്ടാക്കണം, പേരുണ്ടാവണം എന്നല്ലാതെ വേറെ എന്തെങ്കിലും ചിന്തയുണ്ടോ? നബി പറഞ്ഞതുപോലെ യഖൂലുൽ അബ്ദു മാലി മാലി, നമ്മുടെ എല്ലാവരുടെയും തേട്ടം ഇതേ ഉള്ളൂ. കുറെ കാശ്, കുറെ പൈസ, 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 എൻ്റെ സമ്പത്ത്, എൻ്റെ സമ്പത്ത്. നബി പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, അടിമയ്ക്ക് അവന് എത്ര കിട്ടിയാലും തിന്ന് അത് തീർന്നു, ഉടുത്ത് അത് ദ്രവിച്ചു, കൊടുത്ത് ശേഖരിച്ചു, ഇതല്ലാതെ വേറെന്താ പിന്നീടുള്ളത്? വേറെ ഉള്ളതെല്ലാം അവൻ ഇവിടെ ഇട്ടേച്ചു പോകുന്നു. അതിനെല്ലാം അവകാശികളും അനന്തരാവകാശികളുമായി ആളുകളിലേക്ക് അത് കൈമാറി പോകുന്നു. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. ഒമയ്യാമൽ മിസ്കാല ദർറ, ഒരു നന്മ ഒരാൾ ഖൈർ ചെയ്താൽ അത് യറഹു, നമുക്കത് ലഭിക്കുക തന്നെ ചെയ്യും. ഒമയ്യാമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറഹു, ഒരണുമണി തിന്മയാണ് നാം ചെയ്യുന്നതെങ്കിൽ അതും നാം കാണുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആ ദിവസത്തിലേക്ക് വേണ്ടി നാം തയ്യാറെടുക്കുക. നമ്മുടെ ശഅബാനും വരുന്ന റമദാനും അതിനുള്ള മുതൽക്കൂട്ടാക്കാൻ ഏതെല്ലാം നിലയിൽ ഈമാനികമായി ഖുർആനിൻ്റെ പഠനവുമായി ഇസ്ലാമിക ചിന്തകളും പ്രവർത്തനങ്ങളുമായി അറിവുകളുമായി ബന്ധപ്പെടേണ്ടതുണ്ടോ അതിനെല്ലാം നാം പരിശ്രമിക്കുക. റസൂൽ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, മനുഷ്യൻ്റെ കാല് മാറ്റാൻ റബ്ബ് സമ്മതിക്കുകയില്ല അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസം. ഒരു 3-4 കാര്യങ്ങൾക്ക് മറുപടി കൊടുത്തേ പറ്റൂ. ആയുസ് തന്നില്ലേ, എവിടെയാ ചെലവഴിച്ചത്, എങ്ങനെയാ ചെലവഴിച്ചത്? യുവത്വം നൽകിയില്ലേ, എന്തുകൊണ്ടത് നീ ഏത് നിലയിലാ അത് വിനിയോഗിച്ചത്? സമ്പത്ത് തന്നില്ലേ, എങ്ങനെ ഉണ്ടാക്കി, അതെങ്ങനെ നശിപ്പിച്ചു? അറിവ് തന്നില്ലേ, അറിവ് കൊണ്ട് എന്ത് പ്രവർത്തനമാണ് നീ ചെയ്തത്? ഈ 5 കാര്യങ്ങൾക്ക് സുവിക്തമായ വളരെ ലളിതമായ മറുപടി പറയാതെ റബ്ബ് കാലുമാറ്റാൻ സമ്മതിക്കില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാം മനസ്സിലാക്കണം, എത്ര സമ്പത്ത് നമുക്കുണ്ടായാലും എത്ര മക്കൾ നമുക്കുണ്ടായാലും ഈ ഭൂമിയിലെ ചില അലങ്കാരം എന്നല്ലാതെ വേറെ ഒന്നുമല്ലത്. വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക തവാബൻ വഖൈറുൻ അമല. അൽ കഹ്ഫ് ഇന്ന് നാം ഓതിയതാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്കുള്ളത്, ശേഷിക്കുന്നത് അമലു സ്വാലിഹാത്ത് മാത്രമാണ്. അതിനുള്ള സമയങ്ങളാണ് നമുക്ക് നിലവിലുള്ളത്, വന്നുകൊണ്ടിരിക്കുന്നത്. നാം ഉപയോഗിക്കുക. ദുനിയാവ് എന്നത് അറദുൻ ഹാളിറുൻ, നിലവിൽ പ്രസന്റ് ഇപ്പോൾ ഉള്ള ചരക്കാണ്. യഅ്കുലു മിൻഹൽ ബർറു വൽ ഫാജിർ, ദുഷ്ടനും അക്രമിയും നല്ലവനും അതിൽ നിന്നും കഴിക്കും. എന്നാൽ ആഖിറം എന്നുള്ളത് അജലുൻ സ്വാദിഖുൻ, സത്യമായ ഉറപ്പായ ഗ്യാരണ്ടിയുള്ള ഒരവധിയുള്ള ഒരു ദിവസമാണത്. വരിക തന്നെ ചെയ്യും. യഖ്ലി ഫീഹാ മലിക്കുൻ ഖാദിറുൻ, ശക്തനായ രാജാവായിരിക്കും അന്ന് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ വിധിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ചെറുതാകട്ടെ വലുതാകട്ടെ നന്മ അധികരിപ്പിക്കാൻ ശ്രമിക്കുക. നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഈ ദിവസങ്ങൾ, മരണം നമുക്കറിയില്ലല്ലോ, അതിന് ഒരു ആയത്തും ഒരു ഹദീസും ഒരു ഖുർആനും ആരോടും ഓതേണ്ടതില്ല, ഒരു പ്രമാണവും ആ വിഷയത്തിൽ നിരത്തേണ്ടതേയില്ല. എല്ലാവർക്കും അറിയാം. ആ മരണത്തിനു വേണ്ടി നാം തയ്യാറാവുക, മരണചിന്തയെ അധികരിപ്പിക്കുക.
റബ്ബിൻ്റെ മുമ്പിൽ പിന്നീട് നാം നിൽക്കേണ്ടി വരും എന്ന ഒരു ഓർമ്മ നമുക്കുണ്ടാവുക. വഇന്ന യൗമൻ ഇൻദ റബ്ബിക അൽഫി സനത്തിൻ മിമ്മാ തഉദ്ദൂൻ. നാം ഇപ്പോൾ നിലവിൽ എണ്ണിക്കൊണ്ടിരിക്കുന്ന 1000 വർഷത്തിന് തുല്യമായ ദിവസമാണ് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് എന്ന് അല്ലാഹ് പറഞ്ഞ ആ ദിവസം. സൂറ അൽ ഫാത്തിഹയിൽ നാം മാലിക് യൗമിദ്ദീൻ എന്ന് പറയുന്ന ആ ദിവസമുണ്ടല്ലോ, ആ ദിവസത്തിൻ്റെ വലിപ്പമാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്. വഇന്ന യൗമൻ ഇൻദ റബ്ബിക്, നിന്റെ റബ്ബിൻ്റെ അടുക്കലുള്ള ആ ദിവസം കഅൽഫി സന, 1000 വർഷത്തിന് തുല്യമാണ്. മിമ്മാ തഉദ്ദൂൻ, നിങ്ങൾ നിലവിൽ ഇപ്പോൾ എണ്ണിക്കണക്കാക്കിക്കൊണ്ടിരിക്കുന്ന. നാം ഇപ്പോൾ 60 കൊല്ലമായി 70 കൊല്ലമായി എന്ന് പറയുന്നുണ്ടല്ലോ. ഇങ്ങനെ 1000 വർഷമാകുമ്പോൾ എത്രയായി? അത്രയുമാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്ന ഒരു ദിവസത്തിൻ്റെ നീളവും വലിപ്പവും സമയവും. അപ്പോൾ ആ ദിവസത്തെ സൂക്ഷിക്കാനാണ് റബ്ബ് നമ്മളോട് പറഞ്ഞത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്ത് മാതൃകയുള്ളവരായി മാറി റബ്ബിൻ്റെ കാരുണ്യം മരണവുമായി ബന്ധപ്പെടുമ്പോൾ നമ്മെ പൊതിയാനുള്ള എല്ലാ സൗഭാഗ്യവും അള്ളാഹു നമുക്കെല്ലാം നൽകി അള്ളാഹു നമ്മെ ഖബൂലാക്കട്ടെ. അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولكن الله حبب إليكم الإيمان وزينه في قلوبكم وكره إليكم الكفر والفسوق والعصيان أولئك هم الراشدون. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പടച്ച തമ്പുരാൻ്റെ വിധിവിലക്കുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായി പാലിച്ച് തഖ്വയോടെ ജീവിക്കാൻ കഴിവിൻ പരമാവധി ശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് ഇഷ്ടപ്പെട്ടത്, നമുക്ക് തൃപ്തിയായി നൽകിയത്, നമുക്ക് അലങ്കാരമായി നൽകിയതിനെ അള്ളാഹു എടുത്തു പറയാണ് ഗുജറാത്തിൻ്റെ 7 വലകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കും അൽ ഈമാൻ. അള്ളാഹു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരേ ഒരു കാര്യം ഈമാൻ മാത്രമാണ്. കുഫറും നിഷേധവും ധിക്കാരവും അഹങ്കാരവും ഒന്നും അള്ളാഹു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതിനോടെല്ലാം അവൻ വെറുപ്പാണ്. വസയ്യനഹു ഫീ ഖുലൂബിക്കും, ആ ഈമാനിനെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അന്തരത്തിൽ അള്ളാഹു അലങ്കാരമാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഖുർആനിൻ്റെയും ഹദീസുകളുടെയും പല ഭാഗത്തും ഈമാനിനെ പറ്റി എപ്പോഴും എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 23 വർഷത്തെ പ്രബോധന കാലഘട്ടത്തിൽ 13 വർഷവും ഈമാനിൻ്റെ വാക്ക് പറയാൻ, ജനങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ നിങ്ങൾ വിജയിക്കൂ എന്ന വാക്ക് പറയാൻ, മാർക്കറ്റുകളിലും വീടുകളിലും വഴികളിലും ആളുകളുമായി സംസാരിക്കുന്ന മേഖലകളിലെല്ലാം സമയങ്ങളിലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 13 വർഷം മക്കയിലുള്ള പ്രബോധന കാലഘട്ടം മുഴുവനായി ചെലവഴിച്ചതും അൽ-ഈമാനിനെ പറയാനും ഉറപ്പിക്കാനും വേണ്ടിയാണ്. അതിനാവശ്യമായ കഥകളും അഥവാ സംഭവങ്ങളും അതിനാവശ്യമായ ചരിത്രങ്ങളും അതിനാവശ്യമായ മുന്നറിയിപ്പുകളുമാണ് വിശുദ്ധ ഖുർആനിൻ്റെ അവസാന ഭാഗങ്ങളിലുള്ള എല്ലാ സൂറത്തുകളും കൈകാര്യം ചെയ്യുന്നത്. ഇദശംസു കുവ്വിറത്താണെങ്കിലും ഇദസ്സമാവും ഫത്തറത്താണെങ്കിലും ഇദസ്സമാവും ഷക്കത്താണെങ്കിലും ഖുർആൻ ഇദാ സുൽസിലത്തിൽ അർളാണെങ്കിലും അൽഹാഖു മുത്തഖ്, ഏതു സൂറ അധ്യായങ്ങൾ എടുത്തു നോക്കിക്കോ
അവകളിൽ ഒന്നും നിസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തും ഒന്നും അള്ളാഹു പറയുന്നില്ല. അള്ളാഹുവിനുള്ള വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കുന്നതിനാവശ്യമായ മുന്നറിയിപ്പുകളും അതിനുള്ള ആവശ്യമായ ഒരുക്ക് വസ്തുക്കളും മാത്രമേ ഈ അധ്യായങ്ങളിൽ അള്ളാഹു അറിയിക്കുന്നുള്ളൂ. ഇതാണ് റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് പ്രബോധനം ചെയ്തതും. അതുകൊണ്ടാണ് പടച്ച തമ്പുരാൻ നമ്മളോട് പറയുന്നത്, ഈമാനാണ് അള്ളാഹു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ അലങ്കരിക്കേണ്ടത്. വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ, കുഫറും അള്ളാഹുവിനെ നിഷേധിക്കലും അതുപോലെ തന്നെ തെമ്മാടിത്തരമായ പ്രവർത്തനങ്ങളും അള്ളാഹു നിരോധിച്ച ഇസ്യാൻ പാപങ്ങളുമെല്ലാം അള്ളാഹു നിങ്ങളോട് വെറുപ്പ് ആയി പറയുന്നു, അള്ളാഹു വെറുപ്പായി കാണുന്നു. ആ നിലയിലുള്ള പ്രവർത്തനത്തിലേക്ക് നിങ്ങൾ പോകാതെ നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധിയാക്കി ഈമാൻ കൊണ്ട് ഭംഗിയാക്കിയാൽ ഉലൈക ഹുമുർ റാഷിദൂൻ, അവർ രക്ഷപ്പെട്ടു, വിജയിച്ചു, സന്മാർഗികളായി എന്ന് അള്ളാഹു പറഞ്ഞ ഓഫറിൽ ഈ ഒരു സനത് നമുക്ക് ലഭിക്കണമെങ്കിൽ വിശ്വാസികളെ നാം ഐഹിക ലോകത്തിൻ്റെ പിന്നാലെയുള്ള ഓട്ടം കുറേ നിർത്തി മതിയാക്കി അത്യാവശ്യം നമുക്ക് ഈ ഭൂമിയിൽ ജീവിച്ചു പോകാനുള്ള കാര്യങ്ങൾക്ക് മാത്രമാക്കുകയും നമ്മുടെ ആഖിറത്തിനെ എത്ര കണ്ട് നമുക്ക് സമ്പാദിക്കാൻ പറ്റുമോ അതിനു വേണ്ടി നാം സമ്പാദിക്കുകയും വേണം. നബി പറയുന്നു, 3 കാര്യം ഒരാൾക്കുണ്ടായാൽ അവന് ഈമാനിൻ്റെ രുചി അനുഭവിച്ചു, ഈമാനിൻ്റെ സുഖവും മധുരവും കിട്ടി. അതേതാണ്? അയ്യകൂനല്ലാഹ വറസൂലഹു വഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, അല്ലാഹുവും റസൂലും ആയിരിക്കണം, അതല്ലാത്ത എല്ലാത്തിനേക്കാളും അവനിഷ്ടം. ഈ ഒരു സ്ഥിതി നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ തിന്മയിലേക്ക് പോകാൻ നമുക്ക് കഴിയില്ല. അയൽവാസിയെ പ്രയാസപ്പെടുത്താൻ, തൻ്റെ കൂടെ കച്ചവടം ചെയ്യുന്നവനെ വഞ്ചിക്കാൻ, തൻ്റെ ബന്ധക്കാരോട് എതിരിടാൻ, തൻ്റെ ഭാര്യ മക്കളോട് എതിർപ്പിലായി നിൽക്കാൻ, അതുപോലെ തന്നെ തനിക്ക് ആവശ്യമില്ലാത്ത ഖുർആനും സുന്നത്തും വിരോധിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെടാൻ ഒരാൾക്കും സാധ്യമല്ല. അങ്ങനെയൊക്കെ ബന്ധപ്പെടുന്നു എങ്കിൽ അയാൾ മനസ്സിലാക്കിക്കോ, അള്ളാഹുവും റസൂലിനോടും അവർക്ക് മറ്റുള്ളവരോടുള്ള സ്നേഹം പോലെ സ്നേഹം ഇല്ല എന്നതാണ്. അപ്പം അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള സ്നേഹം ഒരാളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഈമാനിൻ്റെ മധുരം അവൻ അനുഭവിച്ചു. 2, ഒരു മനുഷ്യനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു, അത് വേറെ ഏതെങ്കിലും ഒരു കാര്യലാഭത്തിന് വേണ്ടിയാകരുത്. പടച്ച തമ്പുരാന് വേണ്ടി മാത്രം ഒരു മനുഷ്യനെ സ്നേഹിക്കുക, ഇഷ്ടപ്പെടുക, അത് ഈമാനിൻ്റെ മധുരത്തിൽപ്പെട്ടതാണ്. ഒരാളെ ഞാൻ സ്നേഹിക്കുകയും അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുകയും ഒക്കെ ചെയ്താൽ എനിക്കെന്തെങ്കിലും ഭൗതിക നേട്ടം കിട്ടും എന്ന ലക്ഷ്യം വച്ചുകൊണ്ടുള്ള ഇഷ്ടപ്പെടലുണ്ടല്ലോ, അതവന് ഈമാനിൻ്റെ മധുരം ലഭിക്കുകയില്ല. അള്ളാഹുവിൻ്റെ പ്രീതിക്ക് മാത്രം ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാ. 3, കുഫറിലേക്ക് മടങ്ങിപ്പോകുന്നത് നരകത്തിലേക്ക് പോകുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ തീയിലേക്ക് പോകുന്നത് പോലെ അവൻ വെറുപ്പായിരിക്കുക. അങ്ങനെ വെറുപ്പൊരാളിൽ ഉണ്ടായാൽ കുഫറിൻ്റെ ആളുകളുമായി, കപടന്മാരുമായി, എത്തിസക്കാരുമായി, ലിബറലിസക്കാരുമായി, ഫെമിനിസക്കാരുമായി, കമ്മ്യൂണിസക്കാരുമായി, ദൈവനിഷേധികളുമായി ബന്ധപ്പെടാൻ ഒരാൾക്ക് കഴിയുകയേയില്ല. കാരണം അവൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു, അതിനെതിര് പറയുന്ന ഒന്നുമായി അവനൊരു ബന്ധവുമില്ല. അള്ളാഹുവിനോടുള്ള സ്നേഹം, ഈമാൻ ഹൃദയത്തിൽ ഉറയ്ക്കാനുള്ള അവൻ്റെ തത്രപ്പാട്, അതവൻ്റെ ഹൃദയത്തിൽ അലങ്കാരമായി തോന്നുക, ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. എന്നാൽ നമുക്ക് ഈമാനിൻ്റെ മധുരം നാം അനുഭവിച്ചവരായി സഹോദരങ്ങളെ, ഈ ഒരവസ്ഥയിലായി നാം മുന്നോട്ട് പോയി ജീവിച്ചാൽ എപ്പോൾ മരിക്കട്ടെ, എവിടെ കിടന്നു മരിക്കട്ടെ, എങ്ങനെ മരിക്കട്ടെ, നാം അള്ളാഹുവിൻ്റെ മുമ്പിൽ രക്ഷപ്പെട്ടവരായി തീരും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.